ഇന്ത്യയുടെ തലയ്ക്ക് മുകളിൽ ഒരു ജലബോംബ് നിർമ്മിച്ച് അത് വജ്രായുധമാക്കി കളിക്കാൻ ഒരുങ്ങുന്നുണ്ട് ചൈന. അതായത് ബ്രഹ്മപുത്രയിൽ ചൈന ഡാമിൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യ അങ്ങ് ഞൊട്ടും എന്നുള്ള തരത്തിലുള്ള കളിയാണ് ചൈന കളിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞു നിന്ന് സന്തോഷിക്കുന്നുണ്ട് പാകിസ്ഥാനേറെ സന്തോഷം കിട്ടുന്ന കാര്യമാണ് ഇന്ത്യയെ ഞൊട്ടുമ്പോൾ ഉള്ള കാര്യം. അപ്പോൾ വൈദ്യുതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചൈന ഈ ഒരു കാര്യം തുടങ്ങുന്നത് എങ്കിലും പിന്നില് ഇന്ത്യക്കാരെ മുഴുവൻ ജലത്തിൽ മുക്കിക്കൊല്ലാനുള്ള ഒരു നിർമ്മാണമാണ്, ഒരു വാട്ടർ ബോംബ് നിർമ്മാണമാണ് നടത്തുന്നത്. സത്യത്തിൽ ഇതിൽ നമ്മൾ ഭയക്കേണ്ടതുണ്ടോ? നമ്മൾ എങ്ങനെ അതിനെ പ്രതിരോധിക്കും? രാജ്യത്തിനെതിരെ വന്നാൽ ചൈനയുടെ നെഞ്ചത്ത് കയറി ഞൊട്ടുമെന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഡാമൊക്കെ പണിഞ്ഞോ, വൈദ്യുതിയൊക്കെ ഉൽപ്പാദിപ്പിച്ചോ, പക്ഷേ നിങ്ങളുടെ ഒരു എന്താ പറയാ രക്തഗുണം ഉണ്ടല്ലോ, അത് കാണിക്കരുത് എന്ന് പറയാം. രക്തഗുണം എന്ന് പറഞ്ഞാൽ ചതിയൻ ചൈന അത് കാണിച്ചു കഴിഞ്ഞാൽ കട്ടായം ഡാം എടുത്ത് പൊളിച്ചെറിയുമെന്ന് സൈന്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടിന്റെ നിർമ്മാണമാണ് ഇപ്പം ബ്രഹ്മപുത്രയിൽ കഴിഞ്ഞ ദിവസം ചൈന ആരംഭിച്ചത്. പണി തുടങ്ങിക്കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടിന്റെ നിർമ്മാണം എന്ന് പറയുമ്പോൾ ഇതിന്റെ 3 ഗോർജസ് ഡാം എന്നാണ് ഇതിന് ഇപ്പോൾ നിലവിലെ ഏറ്റവും വലിയ ഡാം. ഇതും ചൈനയിലെ ഡാം തന്നെയാണ്. ഇതിനേക്കാൾ സംഭരണ ശേഷിയുള്ള ഒരു വലിയ ഡാമാണ് ഇവിടെ നിർമ്മിക്കുന്നത്. അപ്പം ടിബറ്റിലെ ഇന്ത്യ ചൈന അതിർത്തിയിലാണ്. അതായത് ടിബറ്റ് ചൈനയുടെ അല്ല, ടിബറ്റിലെ ഇന്ത്യ ചൈന അതിർത്തിയിൽ ആണ്. അരുണാചൽ പ്രദേശിന് അടുത്തുള്ള നിങ്ചിയിലാണ് 16,700 കോടി ഡോളറിന്റെ പദ്ധതി ആരംഭിച്ചത്. 5 വൈദ്യുത പദ്ധതികൾ ഉൾക്കൊള്ളുന്ന അണക്കെട്ട്. ലോകത്തെ നിലവിലെ ഏറ്റവും വലിയ അണക്കെട്ടായിട്ടുള്ള ചൈനയുടെ തന്നെ 3 ഗോർജസിന്റെ എന്താ പറയാ മൂന്നിരട്ടിയോളം വലിപ്പമുണ്ട് ഈ പറയുന്ന ഡാമിനെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം പുതിയ അണക്കെട്ട് ഇന്ത്യക്കും ബംഗ്ലാദേശിനും അടക്കം തലവേദനയാണ്. ഇന്ത്യക്ക് മാത്രമല്ല, ബംഗ്ലാദേശിനും തലവേദനയാണ്. പരിസ്ഥിതി ലോല മേഖലയിലെ കൂറ്റൻ നിർമ്മിതിയിൽ പാരിസ്ഥിതിക വിദഗ്ധർ അടക്കം ആശങ്ക അറിയിച്ചിട്ടുണ്ട്. അരുണാചൽ പ്രദേശിൽ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന അപ്പർ സിയാങ് ജില്ലയോട് വളരെ അടുത്താണ് ചൈന പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ തെക്ക് കിഴക്കൻ ടിബറ്റിലെ മെഡോക് കൗണ്ടിയിലെ നിങ്ചി പട്ടണത്തിലൂടെ ഒഴുകുന്ന യാർലൂങ് സാങ്പോ, അതായത് ബ്രഹ്മപുത്രയുടെ അവിടുത്തെ പേര് യാർലൂങ് സാങ്പോ എന്നാണ്. ആ നദി അവിടെയാണ് ഇത് ചെയ്യുന്നത്. അവിടെ ഒരു ഗ്രേറ്റ് ബെൻഡ് എന്ന് പറയുന്ന ഒരു വളവുണ്ട്, ഈ നദി വളയുന്ന അവിടെ. ആ ബെൻഡിന്റെ അവിടെയാണ് ഇത് ചെയ്യുന്നത്. അവിടെ നിന്ന് പിന്നെ താഴോട്ട്, അതായത് ഇന്ത്യയിലോട്ട് ആണ് യാർലൂങ് സാങ്പോ ഒഴുകുന്നു. ഇന്ത്യയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ പേര് ബ്രഹ്മപുത്ര എന്നായി മാറുന്നു. അപ്പോൾ 2024 ഡിസംബറിലാണ് ചൈനീസ് സർക്കാർ പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. കാർബൺ ന്യൂട്രാലിറ്റി, അതായത് ടിബറ്റ് മേഖലയിലെ വികസനം എന്നിവയെ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഈ കാർബൺ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ കാർബൺ എമിഷൻ കുറയ്ക്കുക, പാരിസ്ഥിതികമായിട്ടുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത്. പിന്നെ ടിബറ്റ് മേഖലയിലെ വികസനം, ടിബറ്റിനെ ഒന്ന് വികസിപ്പിച്ചൊക്കെ റെഡിയാക്കണമെന്നൊക്കെ ഉള്ള ചൈനയുടെ ആഗ്രഹം. ഇത് രണ്ടും കാരണമാണ് തുടങ്ങുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അല്ലാതെ പ്രത്യക്ഷത്തിൽ പറയുന്നില്ല. ഇന്ത്യക്ക് അത് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ഡാം തുടങ്ങാൻ പറ്റുമോ? അത് ഇതവരുടെ ഒരു എന്താ പറയാ, ഒരു ഇന്ത്യയുടെ തലയ്ക്ക് മുകളിൽ ഒരെണ്ണം കെട്ടിവെക്കുന്നത് എപ്പോഴും ഇന്ത്യക്ക് മേലുള്ള ഒരു ആയുധമായിട്ട് തന്നെയാണെന്ന് നമുക്ക് കരുതേണ്ടി വരും. പൂർണ്ണ തോതിൽ പ്രവർത്തനക്ഷമമായാൽ 60 ഗിഗാവോൾട്ട് ആയിരിക്കും പദ്ധതിയുടെ ഉൽപാദന ശേഷി. അതായത് ചൈനയുടെ തന്നെ 3 ഗോർജസ് ഡാമിന്റെ 3 ഇരട്ടി ശേഷിയിൽ 3 ഇരട്ടിയാണ് വൈദ്യുതി ഉൽപാദനത്തിൽ. പ്രതിവർഷം 300 ബില്യൺ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിക്കാൻ സാധിക്കും. ഈ വൈദ്യുതി ചൈനയിലെ മറ്റു പ്രദേശങ്ങളിലേക്കും എത്തിക്കും. അതോടൊപ്പം ടിബറ്റിന്റെ വൈദ്യുതി ആവശ്യകതകളും നിറവേറ്റാൻ സാധിക്കുമെന്ന് ചൈനീസ് അധികൃതർ വിശദീകരിക്കുന്നു. ഇതിൽ നമ്മൾ മറ്റൊരു ആംഗിളും കൂടെ ഇതിനെ കാണേണ്ടതായിട്ടുണ്ട്. അതായത് ദലൈലാമ മാറുകയാണ്. അടുത്ത ദലൈലാമയെ പ്രഖ്യാപിച്ചു. അതായത് ആ വ്യക്തി ആരെന്ന് പ്രഖ്യാപിച്ചില്ല, പക്ഷെ ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ടിബറ്റൻ ജനതയുടെ എന്താ പറയാ, അവരെ സ്വാധീനിക്കാൻ ഇവിടുത്തെ ടിബറ്റൻ സമൂഹം, ഞാൻ പറഞ്ഞു 1 ലക്ഷത്തോളം ടിബറ്റൻ സമൂഹം ഇവിടെയുണ്ട്. അപ്പൊ അതിൽ നിന്ന് സുഖമായ അടുത്ത ഒരു ലാമയെ കണ്ടുപിടിക്കാൻ ഇന്ത്യക്ക് കഴിയും. അപ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന ദലൈലാമ ട്രസ്റ്റിന് കഴിയും. അപ്പോൾ അങ്ങനെ ഒരു ദലൈലാമ ഉണ്ടായാൽ ടിബറ്റിലെ ജനങ്ങളെ സ്വാധീനിക്കാൻ പുതിയ ദലൈലാമയുടെ ഇന്ത്യക്ക് സാധിക്കും. അപ്പൊ അതിന് ഒരു തടസ്സം, അതിനൊരു എന്താ പറയാ,
ഒരു പ്രതിരോധ മാർഗം കൂടിയാണ് ഈ ഡാം. അതായത് ഈ ഇത്തരത്തിലൊരു ഡാം സൃഷ്ടിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് ചൈന നമുക്ക് വേണ്ടി തന്ന ഒരു എന്താ പറയുക ഒരു സമ്മാനമാണിത്. അത്തരത്തിൽ ടിബറ്റിലെ ജനങ്ങളെ സ്വാധീനിക്കാനുള്ള ഒരു മാർഗവും ആയിട്ട് ഇതിനെ കാണാം. അപ്പോൾ എന്തായാലും ഇതുവഴി 2030 മുൻപ് കാർബൺ ബഹിർഗമനം പരമാവധി കുറച്ച് 2060 കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക എന്നതാണ് ചൈനയുടെ ലക്ഷ്യമെന്നാണ് വാദം. എന്നാൽ ബ്രഹ്മപുത്രയിൽ കൈവയ്ക്കുന്നത് ഇന്ത്യക്ക് നേരെ കൈവയ്ക്കാൻ ചൈനയ്ക്ക് ഉള്ള വജ്രായുധം തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ അണക്കെട്ട് ബംഗ്ലാദേശിനും ഇന്ത്യക്കും വാട്ടർ ബോംബാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ബ്രഹ്മപുത്ര വെറുമൊരു നദിയല്ല. ഇന്ത്യക്ക് വടക്ക് കിഴക്കൻ മേഖലയിലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനോപാധിയാണ്. ചൈന ഇതിനു മുൻപ് നിരവധി ചെറിയ അണക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ അണക്കെട്ടുകൾ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ സംഘർഷത്തിന് കാരണവുമായിട്ടുണ്ട്. അതിൻ്റെ കൂടെയാണ് പുതിയ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളും ഭൂപ്രകൃതിയും കാരണം ബ്രഹ്മപുത്ര ഇന്ത്യയിലൂടെ ഒഴുകുമ്പോൾ വ്യാപ്തി കൂടുന്ന ഒരു നദിയാണെന്ന് ആസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞിരുന്നു. മാത്രമല്ല ചൈന ബ്രഹ്മപുത്രയിലെ വെള്ളം തടഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഈ ഡാം എന്ന് പറയുമ്പോൾ വാട്ടർ ബോംബ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അങ്ങ് പൊട്ടിച്ചു വിടുക എന്നുള്ളതല്ല. അതിന് പല രീതിയിൽ ആ ജലത്തിൻ്റെ ഒഴുക്കിനെ നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മൾ ഈ സിന്ധു നദി കരാർ റദ്ദാക്കിയപ്പോൾ പാകിസ്ഥാൻ പ്രതിസന്ധിയിലായത് ഓർമ്മയുണ്ടായിരുന്നു. അതുപോലെ അപ്പം അതുകൊണ്ട് തന്നെ ഈ അണക്കെട്ട് പദ്ധതി ഭീഷണിപ്പെടുത്താനുള്ള തന്ത്രമാണെന്നും ഹിമന്ത് ബിശ്വ ശർമ്മ ആസാം മുഖ്യമന്ത്രി പറഞ്ഞു. സുരക്ഷയൊന്നും പരിഗണിക്കാതെ കൃത്യമായ പഠനങ്ങൾ നടത്താതെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് എന്ന അവകാശവാദത്തോടെ ചൈന നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ അണക്കെട്ട് നിർമ്മിക്കാൻ പദ്ധതി ഇട്ടിരിക്കുന്ന ടിബറ്റിന്റെ ഈ ഭാഗം ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖല കൂടിയാണ്. ഒരു ഭൂകമ്പം ഉണ്ടായാൽ ടിബറ്റിൽ മാത്രമല്ല ആസാം, അരുണാചൽ പ്രദേശ്, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലും വൻ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും വ്യാപക നാശനഷ്ടങ്ങൾക്കും ഈ ഡാം കാരണമാകും. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ചൈന നിർമ്മാണം തകൃതിയാക്കുന്നത്. ഇന്ത്യ മണ്ണിൽ അതിക്രമിച്ച് കടക്കാൻ കാലങ്ങളായി ചൈന ശ്രമിക്കുന്നുണ്ട്. അരുണാചലിൽ ഗ്രാമങ്ങൾ നിർമ്മിച്ച് അതിക്രമിച്ച് കയറിയ ചൈനീസ് സൈന്യത്തെ ഇന്ത്യൻ സൈന്യം അടിച്ചോടിച്ചു. യുദ്ധത്തിന്റെ വക്കിൽ വരെ ഇരു രാജ്യങ്ങളും എത്തി. ഇന്ത്യയുടെ രോമത്തിൽ തൊടാനാകില്ല എന്ന് ഷീ ജിൻപിങ് ഭരണകൂടത്തിന് അന്ന് ബോധ്യപ്പെട്ടു. ഇതോടെ ഇന്ത്യ അടിക്കാൻ മറ്റു വഴികൾ നോക്കുന്ന ചൈനയ്ക്ക് വീണ് കിട്ടിയ വഴിയാണ് ബ്രഹ്മപുത്രയിലെ അണക്കെട്ട്. ഈ അണക്കെട്ട് ഉയരുന്നതോടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കാനും ജനങ്ങളെ കൊന്നൊടുക്കാനും ചൈനയ്ക്ക് വഴി തുറന്നു കിട്ടുകയാണ്. അതിനവർ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ടുള്ള. മുൻപ് ഉത്തരാഖണ്ഡിൽ പ്രളയമുണ്ടായപ്പോൾ അണക്കെട്ട് തുറന്നുവിട്ട് പ്രളയം സൃഷ്ടിച്ച് ഇന്ത്യക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയ നെറികെട്ടവന്മാരാണ് ചൈനീസ് ഭരണകൂടം. ടിബറ്റിനടുത്ത് ജനുവരി 7 റിക്ടർ സ്കെയിലിൽ 7.1 രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 126 പേരാണ് മരണപ്പെട്ടത്. ഭൂകമ്പത്തെ തുടർന്ന് നിലവിലുള്ള 14 അണക്കെട്ടുകളിൽ 5 എണ്ണത്തിൽ വിള്ളലുകൾ ഉണ്ടായി. ഇത്തരം ഭയാനകമായ അവസ്ഥകൾ ഉണ്ടായിട്ടും പുതിയ അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ എന്ത് സുരക്ഷയാണ് ചൈന സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരമില്ല. ഈ ചോദ്യമാണ് ഇപ്പോൾ ഇന്ത്യയും ചോദിക്കുന്നത്. ഇന്ത്യ മാത്രമല്ല, ബംഗ്ലാദേശ്. ചൈനയുടെ നീക്കം മറ്റു രീതിക്കാണെങ്കിൽ ശക്തമായ രീതിയിൽ ഇടപെടുമെന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നെറുകേട് പുറത്തെടുത്താൽ ചൈനയെ വരുതിയിൽ നിർത്താൻ കൃത്യമായ പോംവഴികൾ ഇന്ത്യയുടെ പക്കലുണ്ടെന്നും കേന്ദ്ര സർക്കാർ മറുപടി കൊടുത്തിട്ടുണ്ട്. ചൈന ജലത്തെ ഒരു ആയുധമാക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ജലം ഒരു നിർണായക തന്ത്രപരമായ വിഭവമാണ്. നദിയുടെ ഒഴുക്കിന്മേൽ ചൈനയ്ക്ക് പൂർണ്ണ നിയന്ത്രണമാണ് ലഭിക്കുന്നത്. അത് നിസ്സാര വിഷയമല്ല. സംഘർഷാവസ്ഥയിൽ വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശിൽ പെട്ടെന്നുള്ള ജലക്ഷാമമോ വെള്ളപ്പൊക്കമോ ഉണ്ടാകാൻ ഇതിടയാക്കും. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ചൈന കാലങ്ങളായി നോക്കി വച്ചിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ. അതായത് ഇവിടെ ഈ വെള്ളപ്പൊക്കവും അല്ലെങ്കിൽ വരൾച്ചയും ഉണ്ടാക്കുമ്പോൾ ചൈന ലോകത്തിനോട് പറയുന്നത് ഇതൊക്കെ പ്രകൃതിയുടെ കാര്യങ്ങളല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയും. എളുപ്പവഴിയാണ്. ഇത്തരത്തിൽ ഈ പാകിസ്ഥാൻ പറയുന്ന ന്യായം എന്താണ്? തീവ്രവാദികൾ ആക്രമിച്ചതിന് നമ്മൾ എന്ത് ചെയ്തു? അത് അവർക്ക് പറയാൻ പറ്റില്ല. മറ്റൊരു കാരണം പറയാൻ വേണ്ടേ, ന്യായീകരിക്കാൻ വേറൊന്നും. അതെ, അത്തരത്തിൽ ഒരു പാകിസ്ഥാനിൽ തീവ്രവാദി സംഘടനകൾ ഉണ്ടാക്കുന്ന പോലെ ചൈന ഇപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കുന്നതാണ് ഈ പറയുന്ന വാട്ടർ ബോംബ്. അത് പിടിച്ചടക്കാൻ അവർ ഈ അരുണാചൽ പ്രദേശ് പിടിച്ചടക്കാൻ പറ്റുന്ന എല്ലാ നെറികേടുകളും ഇക്കാര്യത്തിൽ അവർ പയറ്റിയിട്ടുമുണ്ട്. പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അരുണാചലിൽ സർവനാശം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ചൈനീസ് ചതിയന്മാരുടെ ഒടുക്കത്തെ ചിന്ത.
ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷങ്ങളുടെ ചരിത്രം കണക്കിലെടുക്കുമ്പോൾ ഈ പദ്ധതിയുടെ രാഷ്ട്രീയ അപകട സാധ്യതകൾ വളരെ വലുതാണ്. 2020 ഗൽവാൻ താഴ്വരയിൽ നടന്ന സംഘർഷങ്ങൾക്ക് ശേഷം അതിർത്തി കടന്നുള്ള നദികളുടെ ഡാറ്റ കൈമാറ്റം പോലും ചൈന നിർത്തിവച്ചിരിക്കുന്നു എന്നത് വളരെ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. അതിർത്തി കടന്നുള്ള നദികളെക്കുറിച്ച് ന്യൂഡൽഹിയുമായി നിയമപരമായി ബന്ധിപ്പിക്കുന്ന ഒരു കരാറിലും ചൈന കക്ഷിയല്ല. ഇത് എടുത്തു കാണിക്കുന്നത് വിശ്വാസ്യതയുടെ വലിയ അഭാവത്തെയാണ്. ഇരു രാജ്യങ്ങളും ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ടുണ്ടെങ്കിലും 2023 ജൂൺ 5 ബ്രഹ്മപുത്രയെക്കുറിച്ചുള്ള ധാരണാപത്രം കാലഹരണപ്പെട്ടു. അതിനുശേഷം പുതുക്കിയിട്ടുമില്ല. ജലശാസ്ത്ര ഡാറ്റയെക്കുറിച്ചോ ജലവൈദ്യുത ഘടനകളെക്കുറിച്ചോ ഉള്ള ഒരു വിവരവും 2022 മുതൽ ചൈന ഇന്ത്യയുമായി പങ്കുവച്ചിട്ടില്ല എന്നത് ജലശക്തി മന്ത്രാലയം അടുത്തിടെ നൽകിയ വിവരാവകാശ പട്ടികയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ചൈനയുടെ ഭാഗത്തു നിന്നുള്ള സുതാര്യതയില്ലായ്മയും സഹകരണ മനോഭാവവും ഇല്ലായ്മയാണ് വ്യക്തമാക്കുന്നത്. ടിബറ്റ് ഒരു ഉയർന്ന പ്രദേശത്തായതിനാൽ അവിടുന്ന് നദികളിലേക്ക് ചൈനയ്ക്ക് അണക്കെട്ടുകൾ നിർമ്മിക്കാനുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു നേട്ടമുണ്ട്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് വലിയൊരു തന്ത്രപരമായിട്ടുള്ള ഒരു പോരായ്മയും ഇതാണ്, താഴ്ന്ന പ്രദേശത്തിൽ നിൽക്കുന്ന രാജ്യം എന്നുള്ള. ഇത് ചൈനയ്ക്ക് ജലത്തെ ഒരു ഉപാധിയായി ഉപയോഗിച്ച് ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള സാധ്യത നൽകുന്നു. ഗ്രേറ്റ് ബെൻഡ് അണക്കെട്ട് നിർമ്മാണത്തിൽ ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള നിലപാടുകൾ എടുക്കാൻ കഴിയില്ലെങ്കിലും അതിൻ്റെ അപകട സാധ്യതകൾ ലഘൂകരിക്കാൻ ഇന്ത്യ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി അരുണാചൽ പ്രദേശിൽ സിയാങ് അപ്പർ മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് എന്നൊരു 10 ഗിഗാവോൾട്ട് വൈദ്യുത നിലയം സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അരുണാചൽ പ്രദേശ് സർക്കാർ സിയാങ് അപ്പർ മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് എന്ന പേരിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. ഇതിൻ്റെ ഇത് ഒരു പ്രതിരോധ സംവിധാനമായി കൂടി പ്രവർത്തിക്കുകയും ജലസുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യും എന്ന് അരുണാചൽ മുഖ്യമന്ത്രി പേമ ഖണ്ഡു, BJP നേതാവ് കൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ചൈന ജലം രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിച്ചാൽ അരുണാചൽ പ്രദേശിലെ ജനങ്ങൾക്ക് ഇതൊരു സംരക്ഷണമായി ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ബ്രഹ്മപുത്രയിലെ ചൈനയുടെ അണക്കെട്ട് നിർമ്മാണം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. ഇതിന്റെ രഹസ്യ വിവരങ്ങൾ ചൂഴ്ന്നെടുക്കുന്നതിനുള്ള നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിരുവിട്ടു പോകുന്ന നിലപാട് ബ്രഹ്മപുത്രയിൽ ചൈന കാണിച്ചാൽ അതിശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ താക്കീത് കൊടുത്തിട്ടുണ്ട്.